ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെറിയൊരു ഡേ ലൈഫും പിന്നെ എൻ്റെ ഒരു ഫാമിലിയിലൊരു ചെറിയ ഫങ്ഷനും കൂടി ഉണ്ടായിന്. ആ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. രാവിലെ ഞാനൊരു 5:15 ആ ടൈമാകുമ്പോൾ എഴുന്നേറ്റ് നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോൾ മക്കളെ വിളിക്കും. ഇത്താത്തൻ്റെ മോൾ എൻ്റെ വീട്ടിലാണ് കിടക്കൽ. അപ്പോൾ ഇത്താത്തനെ മോളെയും വിളിച്ച് അവളെ വീട്ടിലേക്ക് ഫ്രഷ് ആകാൻ അയച്ച് ഞാനങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ ഇതാ മോൻ എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. മോളിതാ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആകുന്നുണ്ട്. മോള് രാവിലെ മദ്രസയിൽ പോകുമ്പം എന്നും ഒന്നും കഴിക്കൂല. എപ്പോഴെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് കഴിക്കും. ഇന്ന് ഹോർലിക്സ് ഒന്നും വേണ്ട പറഞ്ഞ്, വെള്ളം മതി പറഞ്ഞ്. അങ്ങനെ ഞാൻ രാത്രി തന്നെ മുന്തിരിയും ചിയ സീഡും കൂടി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എപ്പം ഒരു ഡ്രിങ്കായിട്ട് ഞാൻ കഴിക്കും. ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു കോഫിയോ ചായയോ കഴിക്കുള്ളൂ. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല കാറ്റും മഴയാണ്. 6:45 ടൈമായി, മോൾക്ക് മദ്രസയിൽ പോകേണ്ട ടൈമായി. നോക്കുമ്പോൾ നല്ല കാറ്റും മഴയും ഉണ്ട്. വീട്ടിൻ്റെ അടുത്താണ് മദ്രസ, കുറച്ചേ പോകാനുള്ളൂ. അങ്ങനെ ഇത്താത്ത കൊണ്ടാക്കും മദ്രസയിലേക്ക്. അങ്ങനെ കസിൻ്റെ മോളും ഇത്താത്തൻ്റെ മോളും കൂടി പോയി മദ്രസയിലേക്ക്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് രാത്രിയിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ് ഉഴുന്ന്. അതൊന്ന് നല്ലോണം വാഷ് ചെയ്ത് ഇപ്പോൾ ഇതാ ഞാൻ ഒന്ന് നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇതുപോലെ നല്ല വൃത്തിയിലൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് ഒന്ന് നല്ലോണം കൈവച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴേക്കും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒയ്യുന്ന പാത്രം അന്നേരം തന്നെ കഴുകിയിട്ട് വെക്കാൻ ശ്രമിക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ കുറേ പാത്രങ്ങളാവും. അപ്പം നമുക്കൊരു മടിയല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് പാത്രമെല്ലാം കഴുകി വെക്കും. ആകുന്ന പാത്രം കഴുകി വെക്കും. പിന്നെ ചോറിന് പെട്ടെന്ന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി കറിൻ്റെ കാര്യം നോക്കണം. ഇന്ന് കൂട്ടുകറി വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കടല സോക്ക് ചെയ്യാൻ രാത്രി വെച്ചിട്ടുണ്ട്. ഒരു 6 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇനി മോനിക്കുള്ള പാല് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. മോന് എണീറ്റാൽ ഓനിക്കപ്പം പാൽ കിട്ടണം. അങ്ങനെ പാല് കരിയുന്ന മുന്നേ വേഗം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിളും കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഉഴുന്നുവടേൻ്റെതും പിന്നെ കറിക്കുള്ളതും എല്ലാം ഒന്നിച്ച് തന്നെ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ തന്നെ എല്ലാം ക്ലീൻ ചെയ്തതെല്ലാം അതിൽ തന്നെ ഇട്ട് വെക്കും. കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് പിന്നെ നമുക്ക് അത് ക്ലീൻ ചെയ്യലൊരു വലിയ പണിയല്ലേ. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ വേസ്റ്റ് തട്ടലോ വേണ്ടു. ഞാനങ്ങനെ ചെയ്യൽ. അതുപോലെ എല്ലാം ചെയ്ത് ഇതുപോലെ എല്ലാം കറിൻ്റെ അതും എല്ലാം വേറെ തന്നെ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കെല്ലാം ഒന്നിച്ച് കട്ട് ചെയ്ത് എടുത്തതിനാൽ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്യുന്ന എല്ലാം സെറ്റാക്കി വെച്ചാൽ. ഇതുപോലെ ഞാൻ കഴിയുന്ന പാത്രമെല്ലാം കഴുകി അതിൻ്റെ ഇടയിൽ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. വെള്ളം തിളച്ചപ്പോൾ അങ്ങ് അരിയിട്ട് ഇനിയിപ്പോൾ മോനിക്കുള്ള പാൽ ഇതവിടെ കലക്കി തണിയാൻ വേണ്ടിയിട്ട് വെക്കണം. ഓനിക്ക് പീഡിയാഷ്യൂറാണ് കൊടുക്കൽ. 2 വയസ്സായി. അതുകൊണ്ട് പീഡിയാഷ്യൂറാണ് കൊടുക്കൽ. അതവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ചോറിന് ഉപ്പൊക്കെ ഇട്ട് ചോറൊന്ന് തിളച്ചപ്പോൾ ഞാനിതാ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കടലൊക്കെ നല്ലോണം സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിളെല്ലാം ഇടണം. പച്ചക്കായും ചേനയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു 4-5 വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ അത്രയേ വേണ്ടൂ. പിന്നെ ഇനി അരപ്പ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് വിസിലടിക്കുമ്പോൾ അരപ്പ് റെഡിയാക്കിയ തേങ്ങയും ജീരകവും കുറച്ച് വെള്ളവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് പേസ്റ്റാക്കി എടുക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ഉഴുന്നുവടക്കുള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ സെറ്റാക്കുന്നുണ്ട്. കുരുമുളകൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് കൊണ്ടുപോകേണ്ട സോയാബീൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി. ഇനി ചമ്മന്തിയും ഇതാ പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട്. മോള് വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആകണം. അപ്പോൾ ഇതാ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോനിതാ പാലിന് വന്നിട്ടുണ്ട്. ഇതാ പാൽ കൊടുത്ത് കുടിച്ചിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ ഒരു 9 മണി 8:30 മണിയാകുമ്പോഴൊക്കെ എഴുന്നേക്കലുള്ളൂ. ഇന്ന് വേഗം എഴുന്നേറ്റിന്. മോളെ വിളിക്കുമ്പോഴൊക്കെ എഴുന്നേറ്റതാണ്. അപ്പോൾ ഇതവിടെ ഇരിക്കുന്നുണ്ട്. ഇനി പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യമെല്ലാം വേഗം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. മോള് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാവും. പിന്നെ ക്ലീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേഗം പെട്ടെന്ന് തീർന്നെങ്കിൽ ക്ലീനിങ്ങും എല്ലാം തീർത്ത് വെക്കും മോള് പോകുമ്പോൾ തന്നെ. പിന്നെ ഇതാ കൂട്ടുകറിയിലേക്കുള്ള തേങ്ങയും കുത്തിയ മുളകും കടുകും കാര്യങ്ങളൊക്കെ ഇവിടെ വറുത്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ മസാലയൊക്കെ ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചൂടാകാൻ. ഇനി അതിൻ്റെ അടിയിൽ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി വേഗം ഉഴുന്നുവട നമുക്ക് പൊരിച്ചെടുക്കാം. ഇതാ മോനിതാ വന്നിട്ട് ഇതാ സ്റ്റെയറിൻ്റെ മേൽ ഉറങ്ങുന്നുണ്ട്. രാവിലെ 5:30 എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ മോള് വന്ന് ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഓൾ തന്നെ ഒറ്റയ്ക്ക് റെഡിയാകും. മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കേ വേണ്ടു. സ്കൂളിലേക്കുള്ള ഫുഡിൻ്റെ കാര്യമെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്ത ഓൾ തന്നെ എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും. ഇനിതാ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒന്ന് വേപ്പിച്ചെടുക്കും. വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാനതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയുള്ളൂ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കും. എന്നിട്ട് പിന്നെ അതൊന്ന് വെറ്റി വന്നാൽ ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാണ്. അതിൻ്റെ ഇടയിൽ മോളെ ടിഫിനും കാര്യവും കുപ്പിയൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്ത് മോള് സ്കൂളിൽ പോയി. ഇപ്പോൾ ഞാനും മോനും കൂടി റെഡിയായിട്ട് ഇത്താത്തൻ്റെ അടുത്തേക്ക് പോക്കായി. അവിടെ ഇന്ന് ഇത്താത്തൻ്റെ മോൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട്. നിശ്ചയമാണ് ഇന്ന് മോൻ്റെ. അപ്പോൾ മോൻ്റെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് പോവാണ്. വീട്ടിൻ്റെ ഇപ്പുറം തന്നെയാണ്. എല്ലാവരും നമ്മളെ ഫാമിലി എല്ലാം അടുത്തടുത്താണ്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നിന്. അപ്പോൾ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. പെട്ടെന്നുള്ളൊരു ഫങ്ഷൻ ആയതുകൊണ്ട് ഫുഡും കാര്യമെല്ലാം പുറത്തുനിന്ന് തന്നെ ഓർഡർ എടുക്കുക ചെയ്തത്. അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി, ബീഫ് കുറുമ, നല്ല വൈറ്റ് റൈസ്, പിന്നെ ചിക്കൻ പൊരിച്ചത്, ബട്ടൂരി, പൊറോട്ട അങ്ങനത്തെ സംഭവം എല്ലാം റെഡിയാക്കിയിനി. മുട്ടമാല, നമ്മളെ കണ്ണൂരിലെ ഒരു അടിപൊളി സ്പെഷ്യലാണ് മുട്ടമാല. അത് പൊറോട്ട എല്ലാം റെഡിയാക്കി. അങ്ങനെ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് അവർ ആണുങ്ങന്മാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡാണ് പെണ്ണിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആണുങ്ങന്മാർ നമ്മളെ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ നാട്ടിലല്ല അമ്മായിൻ്റെ നാട്ടിലൊരു സ്പെഷ്യലാണ്. പെട്ടിയപ്പം എന്ന് പറയും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.